പരാമർശിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഒരു പ്രത്യേക സമുദായത്തെ, ഇസ്ലാം സമുദായത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും തീവ്രവാദവുമായി പലപ്പോഴും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായും അതിനൊരു മറുപടി കൊടുക്കേണ്ടത് അതിന് സമയം വൈകിപ്പോയിട്ടില്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതിനോട് ഇസ്ലാമിനുള്ള റിയാക്ഷൻ എന്താണ്? തീവ്രവാദത്തെ ഏത് തലത്തിലാണ് ഇസ്ലാം കാണുന്നത് എന്നുകൂടി വിശദീകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും വളരെ പ്രസക്തമാണ് ബഹുമാന്യനായ സാറിന്റെ രണ്ടാമത്തെ ചോദ്യവും. തീവ്രവാദത്തെ, ഭീകരവാദത്തെ ഇസ്ലാം എങ്ങനെ കാണുന്നു? അദ്ദേഹം ആമുഖമായി ചോദ്യത്തിന്റെ ഭാഗമായി പറഞ്ഞതുപോലെ ലോകത്തിന് ഇസ്ലാം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ആധുനിക യുഗത്തിൽ ഇസ്ലാം ചില പദങ്ങളാണ് സംഭാവന നൽകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ടെററിസം എന്ന പദം ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്തു വന്നത്. ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന ഒരു പദം ലോകവ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനോടുള്ള ഭയമാണ്. ഹൈഡ്രോഫോബിയ, സൈക്കിന്റെ രംഗത്തുള്ള ആളുകൾക്കറിയാം. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ജലം കാണുമ്പോഴേക്ക് പേടി തോന്നുക, വെള്ളത്തിനെ പേടിക്കുക. ഇതേപോലെ ഇസ്ലാമോഫോബിയ, ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറ്, പേടി. ഇത് ലോകത്ത് വ്യാപകമാണ്, സെപ്റ്റംബർ 11 ശേഷം വിശേഷിച്ചും. ഇത് എന്തുകൊണ്ട്? ഭീകരവാദത്തെ ഇസ്ലാം എങ്ങനെ കാണുന്നു? നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ഇസ്ലാം അടിസ്ഥാനപരമായി തന്നെ സകല ചൂഷണങ്ങളുടെയും അടിവേരറുക്കുന്ന ആശയമാണ്. ഒരു ചൂഷണത്തെയും ഇസ്ലാം ഒരവസരത്തിലും അനുവദിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആദ്യം ദൈവത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങളുടെ അടിവേരറുക്കുന്നു. നമുക്കറിയാം, സ്രഷ്ടാവായ തമ്പുരാൻ മാത്രം ആരാധിക്കപ്പെടുമ്പോൾ, അവനോട് കാര്യങ്ങൾ നേർക്കുനേരെ ചോദിക്കപ്പെടുമ്പോൾ, അവനോട് മാത്രം പ്രാർത്ഥിക്കപ്പെടുമ്പോൾ, ദൈവത്തിന്റെ പേരിൽ ദൈവത്തിന്റെയും മനുഷ്യരുടെയും നടുവിലുള്ള ദല്ലാളന്മാരായി ചമഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സകലത്തിന്റെയും അസ്തിത്വം അവസാനിക്കുകയാണ്. ചൂഷണങ്ങളുടെ അടിവേരറക്കുകയാണ്. സ്രഷ്ടാവായ തമ്പുരാനാകട്ടെ ഒരു ദല്ലാളന്റെ, ഒരു ഇടയാളന്റെ, ഒരു അടുപ്പിക്കലുകാരന്റെ ആവശ്യമില്ലാത്ത വിധം ഞാനുമായി അടുത്തവനുമാണ്. പിന്നെ എന്തിനെനിക്കൊരാൾ? അവിടെ ഒന്നാമതായി ദൈവത്തിന്റെ പേരിലുള്ള ചൂഷണം, രണ്ടാമത്തേതായി ജന്മത്തിന്റെ പേരിലുള്ള ചൂഷണം. ഇസ്ലാം അടിവേരറക്കുന്ന അടുത്ത ചൂഷണമാണ്. ജന്മത്തിന്റെ പേരിൽ ഞാൻ വെളുത്തവനായി മറ്റേയാൾ കറുത്തവനായി, ഞാൻ വെള്ളക്കാരനായി മറ്റേയാൾ ആഫ്രിക്കക്കാരനായി, ഞാൻ ബ്രാഹ്മണനായി മറ്റേയാൾ ശൂദ്രനായി, ഞാൻ ഒരു പ്രത്യേക നാട്ടുകാരനായി മറ്റൊരാൾ മറ്റൊരു നാട്ടുകാരനായി, ഞാൻ മലയാളിയായി മറ്റൊരാൾ തമിഴനായി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജന്മ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സങ്കുചിതത്വങ്ങളുടെ അടിവേരറുത്തുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, ഇങ്ങനെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സങ്കുചിതത്വവും അനുവദിക്കുന്നതല്ല, മറിച്ച് ആർക്കും ഔന്നത്യമോ അധമത്വമോ ഇല്ല, നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ, നമ്മുടെ വിമലീകരിക്കപ്പെട്ട വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ. അതോടുകൂടി രണ്ടാമത്തെ ചൂഷണം അവസാനിക്കുകയാണ്. ജന്മത്തിന്റെ പേരിലുള്ള അഹങ്കാരത്തിന്റെ ചൂഷണം മുഴുവനും. പിന്നെ ഇസ്ലാം ഈ രൂപത്തിലുള്ള മനുഷ്യരുടെ മസ്തിഷ്കത്തെ മയക്കിക്കിടത്തിക്കൊണ്ട് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന ലഹരി മുതലാളിമാരുടെ ചൂഷണത്തിന് അടിവേരർത്തു. മനുഷ്യരുടെ ആശയെയും കീശയെയും ഒരേപോലെ ചൂഷണം ചെയ്യുന്ന ലോട്ടറിയുടെ ചൂതാട്ടത്തിന്റെ ചൂഷണത്തിന്റെ അടിവേരർത്തു. പലിശയിലൂടെ പാവപ്പെട്ടവനെ പിഴിയുന്ന പലിശ വ്യാപാരത്തിന്റെ ചൂഷണത്തിന്റെ അടിവേരർത്തു. കച്ചവടത്തിന്റെ പേരിൽ ഏത് കള്ളത്തരവും ലോകത്തിന്റെ മുന്നിൽ കച്ചവടവൽക്കരിക്കുന്ന കള്ളക്കച്ചവടത്തിന്റെ അടിവേരർത്തു. പെങ്ങളെയും അമ്മയെയും മനസ്സിലാകാത്ത വിധം സൗന്ദര്യത്തെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് ആ ഇറച്ചി വിൽപ്പനയിലൂടെ മാർക്കറ്റിനെ സ്നിഗ്ധമാക്കുന്ന സംസ്കാരം, അതും ഇസ്ലാം അടിവേരർത്തു. വ്യഭിചാരത്തിന്റെ സംസ്കാരം ഇസ്ലാം അടിവേരർത്തു. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ചൂഷണങ്ങളുടെ മുഴുവനും അടിവേരർത്തു ഇസ്ലാം. അവിടെ അപ്പോ ചൂഷകന്മാർക്ക് എക്കാലഘട്ടത്തിലും ഇസ്ലാമിനോട് വെറുപ്പും ദേഷ്യവും എതിർപ്പും എല്ലാം തന്നെയാണ്. അത് എന്നുമുണ്ട്, അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇന്നത്തെ ചൂഷണത്തിന്റെ ആൾരൂപമാണ് സാമ്രാജ്യത്വം.
സാമ്രാജ്യത്വത്തിന് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഒരൊറ്റ ജനതയും. ആ ദൈവം എന്താണ്? കച്ചവടമാണ്, കൊമേഴ്സാണ് അവരുടെ ദൈവം. അവരുടെ ജനതയോ, അവർക്കൊരൊറ്റ ജനതയേ ഉള്ളൂ. ആ കച്ചവടക്കാരായ കൊമേഴ്സിൽ ഉള്ള ആളുകൾ, ബാക്കിയുള്ളവർ അധസ്ഥിതർ എന്നും ചൂഷണം ചെയ്യപ്പെടേണ്ടവർ. ആ കച്ചവടത്തിൽ ഉള്ളവരെ അവർ ചിലപ്പോൾ വെസ്റ്റേണേഴ്സ് എന്ന് വിളിക്കും, യൂറോപ്യൻസ് എന്ന് വിളിക്കും, എന്ത് വിളിക്കട്ടെ, എന്ത് തന്നെ വിളിക്കപ്പെടട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിന്, മാർക്കറ്റിനെ സ്നിഗ്ധമാക്കാൻ അവർ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഒന്നാമത്തേത് മദ്യമാണ്. മദ്യമില്ലെങ്കിൽ എന്ത് മാർക്കറ്റ്? അല്ലെ? ഇപ്പോ നമുക്കറിയാം, മാർക്കറ്റിംഗിന്റെ ലോകത്ത് ഇന്ത്യയും ഒരുപാട് പുരോഗമിച്ചു പോകുമ്പോ നമുക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആകണമെങ്കിൽ എവിടെ എത്തണം എന്നുള്ളത് MBA പടിയെങ്കിലും കടന്നിട്ടുള്ള ആർക്കും അറിയാവുന്നതാണ്. അല്ലെ? മദ്യമില്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇല്ല, സൗന്ദര്യ പ്രകടനമില്ലെങ്കിൽ പിന്നെ എന്ത് പ്രോഡക്റ്റ്, പെണ്ണില്ലെങ്കിൽ പിന്നെ എന്ത് മീറ്റിംഗ്, അല്ലെ? കച്ചവടത്തിന്റെ മീറ്റിംഗ്, കൂടെ പരിചാരകരായ അർദ്ധനഗ്നകളായ പെൺകുട്ടികളില്ലെങ്കിൽ പിന്നെ എന്ത് കച്ചവട മീറ്റിംഗ്?